അരിയൊന്നും അരച്ച് കഷ്ടപ്പെടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തുന്ന വറുത്തെടുക്കാം. നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. നെയ്യിൽ വറുത്താലാണ് നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് തേങ്ങ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതുപോലെ നെയ്യിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ കളറിൽ നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങയും എള്ളും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാനുണ്ട്. 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മെൽട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര എല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതാ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനിതാ 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പുട്ടുപൊടിയും മൈദയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പൊടിയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര പാനി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ശർക്കര പാനി ചൂടൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ തന്നെ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിന്റെ ചൂടെല്ലാം പോയിട്ടുണ്ടാവും. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടയിലുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. നമ്മളിനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഈ റവ എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവയെല്ലാം ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തിക്നെസ് കറക്റ്റ് ആണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും എള്ളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല, സാധാ നോർമൽ വാട്ടർ തന്നെ എടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെ എല്ലാം ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതാ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ ഒരു കയ്യിൽ ഫുള്ളായിട്ട് മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാവെല്ലാം നല്ലപോലെ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണേ. ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പൊന്തി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പലം ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ മാത്രം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നല്ലപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് വീർത്ത് കിട്ടും. സാധാരണ രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും സക്സസ് ആയിട്ട് കിട്ടും, ഫ്ലോപ്പായി പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.